വില കുറച്ച് വയറ് നിറച്ച് കഴിക്കാൻ നമുക്ക് ഇതുപോലെ ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വാളക്കൂരി എന്ന് പറഞ്ഞൊരു മീനാണ്. കാറ്റ്ഫിഷിൻ്റെ വിഭാഗത്തിൽപ്പെട്ടൊരു മീനാണ്, വളർത്തു മീനാണ്. ഇത് നമുക്കൊന്ന് ഗ്രില്ലടിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇന്ന് ചൂസ് ചെയ്തേക്കണ മീനിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 3.5-4 കിലോ അടുത്ത് വരും. വലിയ മീനാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇന്ന് നമ്മൾ പ്രത്യേക രീതിയിലാണ് വരഞ്ഞേക്കുന്നത്. മസാല നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് ആയിട്ടാണ് വരഞ്ഞേക്കുന്നത്. 2 സൈഡിൽ നിന്നിട്ട് ക്രോസ് ആയിട്ടാണ് വരഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് മസാല ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഇടിച്ച് ചതച്ചാണ് നമ്മൾ സെറ്റാക്കണം. നമ്മൾ പഴയൊരു ചതേനെ കിട്ടി, ഒന്ന് കഴുകി സെറ്റാക്കി. ഇതാണ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ആദ്യം ഇഞ്ചിയാണ് ചതയ്ക്കുന്നത്. ഇഞ്ചി ഭയങ്കര ഹാർഡായതുകൊണ്ട് ഇഞ്ചി ചതയ്ക്കാം. ഇഞ്ചി നമ്മൾ ചതച്ച് സെറ്റാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് ഇടാവുന്നത്. വെളുത്തുള്ളി തൊലിയോട് കൂടിയാണ് എടുത്തേക്കണത്. തൊലിയുടെ കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് തൊലിയോട് കൂടി ഇട്ടാണ് നമ്മൾ ചതച്ച ഇഞ്ചി മാറ്റി വയ്ക്കുന്നത്. പണ്ട് കാലത്ത് മിക്സിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അന്നേരം ചതച്ചായിരുന്നു ഫുഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ള ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. മിക്സിയിലടിക്കുന്നേക്കാളും ടേസ്റ്റ് ചതച്ച് മസാല അരപ്പുണ്ടാക്കുവാണ് ടേസ്റ്റ്. മുളകും റെഡിയായി, ചതച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. മുളക് നന്നായിട്ട് ചതഞ്ഞു. നല്ല എരിവിന് വേണ്ടിയാണ് മുളക് കൂടുതലപ്പോൾ. നമുക്ക് നല്ല എരിവ് വേണം. എരിവ് കുറവുള്ളവർക്ക് കുറച്ച് മുളക് ചേർക്കാൻ മതി. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ചതച്ചു സെറ്റാക്കി മുളക് ഇടുക. വെളുത്തുള്ളി എല്ലാം ചേർക്കാം. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഓൾറെഡി ആ മീനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്താണ് വെച്ചേക്കുന്നത്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഫ്രഷ്നെസ് നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇട്ടേക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി മീനിൽ ചേർത്തിട്ടുണ്ട്, കുറച്ചിട്ടാൽ മതി. കുരുമുളക് ഇച്ചിരി 3 സ്പൂൺ ഇടണം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പറമ്പിലുണ്ടായ കുരുമുളക് പൊടിയാണ്. കുരുമുളകാണ്, അത് പൊടിച്ചാണ് നമ്മൾ റെഡിയാക്കിയത്. നാടൻ കുരുമുളകാണ് നമുക്ക് ചേർക്കാൻ നല്ല സ്മെല്ലുണ്ട്. കടയിൽ നിന്ന് മേടിക്കാൻ വലിയ സ്മെല്ലൊന്നുമില്ല. കളറ് ഇടുന്നോട്ടെ. കുറച്ച് കാശ്മീർ ചില്ലി, മുളക് പൊടി, സാധാ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി. കുറച്ചേ ഇടാവുള്ളൂ, അധികം വേണ്ട. കുറച്ച് കായം കൂടെ ഇട്ട് കഴിഞ്ഞ് അടിപൊളിയായിരിക്കും. ഇത് സാമ്പാർ കായാണ്. കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യണം നമ്മൾ. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. നാരങ്ങ നീര് നമ്മൾ നാച്ചുറൽ കോക്കനട്ട് ഓയിലാണ് ഇവിടെ തന്നെ ആട്ടിച്ച് റെഡിയാക്കുന്ന കോക്കനട്ട് ഓയിലാണ്. കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കാം. പയ്യെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പയ്യെ മീനിലോട്ട് ചേർക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മസാല നല്ല സെറ്റായിട്ട് പറ്റണം.
നന്നായിട്ട് കയറ്റി വിടാൻ നോക്കണം. സെൻട്രൽ ഭാഗം നല്ല നെയ്യുള്ള മീനാണ് ഗ്രില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഗ്രില്ലിനുള്ള സാധനം സെറ്റ്. കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് കൊണ്ടുപോയി ഫ്രീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിഷ് എടുത്ത് ബാർബിക്യൂ സെറ്റിലോട്ട് കയറ്റുവാണ്. വലിയ മീനാണ്, എൻ്റെ അകത്ത് ഇരിക്കണില്ലല്ലോ, പുറത്തോട്ട് പോയി. ഫിഷ് ബാർബിക്യൂ നമ്മൾ ഗ്രില്ലിലോട്ട് കയറ്റുകയാണ്. കാണിലൊക്കെ നല്ല സെറ്റായി. കാണുമ്പോൾ അറിയാം ഇവിടെ നല്ല മഴയാണ്. കയറ്റുകയാണ്. ഗ്രില്ല് നിറഞ്ഞ മീനും കൊണ്ട് വലിയ മീനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. സെറ്റായിട്ടാണ്. മസാലയൊക്കെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, നല്ല മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനൊരു സംഭവം മേടിക്കുകയാണെങ്കിൽ, വേറൊരു ചെറിയ ബാർബിക്യൂ അടിക്കാൻ വേണ്ടി മേടിക്കുകയാണെങ്കിൽ ഫിഷൊക്കെ മറിച്ചും തിരിച്ചിടാനായത് കീറിപ്പോകാണ്ട് നോക്കാം, അടുക്കി പിടിക്കില്ല. ഇത് നമ്മുടെ ക്യാറ്റ് ഫിഷിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടൊരു മീനാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് വാളക്കൂരി എന്ന് പറയുന്നൊരു മീനാണ്. മീനുകളൊന്നും കിട്ടാനില്ലെന്ന് എല്ലാവർക്കും അറിയാം. കൊറോണയുടെ പ്രശ്നം കാരണം ഫ്രഷ് മീനൊന്നും ഒന്നുമില്ല. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഫാമിൽ നിന്ന്, ഫിഷ് ഫാമിൽ നിന്ന് മേടിച്ച മീനാണ്. ഗ്രില്ലടിച്ച് നോക്കട്ടെ, അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ബാർബിക്യൂ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് പരീക്ഷിക്കേണ്ടതാണിത്. അടിപൊളിയാണ് സംഭവം. മറച്ചു കൊടുക്കാം. മുളകുപൊടി കുറച്ച് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഗ്രില്ല് റെഡിയായി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഒരു 75% വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കുറച്ച് വയറ് നിറച്ച് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളിന്ന് തക്കാളിയാണ് പിഴിഞ്ഞൊഴിക്കാൻ പോണേ. മറിച്ചിടാൻ 2 തല ഒഴിച്ച് പിഴിഞ്ഞ് വേണം. നന്നായിട്ട് തക്കാളി പിഴിയുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും തക്കാളി പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ഫിഷ് ഗ്രില്ല് സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എടുക്കാം. സെറ്റായി. എന്തും ചേട്ടേ ടെസ്റ്റ് ഞാൻ നമ്മുടെ ഫിഷ് ഗ്രില്ല് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂടുണ്ട് കേട്ടോ, തൊഴിച്ചെടുക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. കിടുവാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണം. അടിപൊളി ടേസ്റ്റാണ്. മസാല എല്ലാം പിടിച്ചോട്ടെ. എല്ലാ മസാലയും എല്ലാം ഉണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്.